ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്യാപ്ഷനും തംബ്നെയിലൊക്കെ കണ്ടു കാണുമല്ലേ. എന്നാലും ഞാൻ പറയാം, എൻ്റെ കയ്യിലുള്ള ഇയറിങ്സ് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ. അടിപൊളിയായിട്ടില്ലേ? ഫ്രഷ് കണ്ടൻറ് അല്ലേ? അതെ, ഫ്രഷ് കണ്ടൻറ് തന്നെയാണ്. എൻ്റെ ചാനലിൽ ഇതാദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പം ഞാനിന്ന് കുറച്ച് മുന്നെയാണ് ഇത് തീരുമാനിച്ചത്, വീഡിയോ എടുക്കുക. അല്ല, എടുക്കണം എന്ന് എൻ്റെ മുന്നിൽ ആഗ്രഹം അല്ല, എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എപ്പോൾ എടുക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നിങ്ങൾക്ക് കോളേജില്ല, സോ ഇന്ന് തന്നെ ആയിക്കോട്ടെ ഈ വീഡിയോ എന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ചിത് ഫണ്ണാക്കി കൊണ്ടുപോകാം കേട്ടോ. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കുന്നത്, നമുക്ക് കുറച്ച് ഫണ്ണായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഞാനിന്ന് രാവിലെ തന്നെ ഉച്ച കേട്ടോ, സോറി, ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഞാൻ കമ്മലുകളൊക്കെ ഇങ്ങോട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ മിസ്സായി എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഒരുവിധം കമ്മലുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊറ്റ കമ്മലില്ലാത്ത മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കിയൊക്കെ ഇനി എവിടെയെങ്കിലൊക്കെ, പിന്നെ ചിലതൊക്കെ പൊട്ടി, അത്രയും പഴഞ്ചൻ തൊട്ടിട്ടുള്ള കമ്മലുകളുണ്ട്. ഞാൻ ഒന്നും കളയാത്ത ഒരാളാണ്. ഇത് ഞാൻ മരണം വരെ കളയൂല. സോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാം അല്ലേ. നിങ്ങൾ പോകുന്നത് ഇത്ര ബോക്സുകളുണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് വീഡിയോടെ തീർക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റെഡ്സ് അങ്ങനത്തെ ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ഇങ്ങനെ തൂങ്ങലുകൾ, അങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയത്, അല്ലെങ്കിൽ സാധാ എന്തെങ്കിലും ക്യാഷ്വലായി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഓരോന്നായി കാണാം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബോക്സിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇതിൻ്റെ ബോക്സ് ഒന്നല്ല, ഞാനിപ്പോൾ ഒന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. ഇതിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു. ഓക്കെ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് ആദ്യത്തെ കമ്മലിലേക്ക് പോകാം. ഓക്കെ, ഏത് കമ്മൽ എടുക്കും എനിക്ക് ഡൗട്ടാണ്. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നെക്ലസ് പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട്, ഒരു മാല ഉണ്ട്. പക്ഷേ അതിപ്പോൾ ഞാൻ കാണിക്കണ്ടല്ലോ, ഇയറിങ്സ് മാത്രമാണല്ലോ. അപ്പം അങ്ങനത്തെ ഒന്നാണ് ഇത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു അച്ഛൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഹൗസ് വാമിങ്ങിന് ഇട്ടതാണ്. അത് മാത്രമേ എനിക്കിത് ഓർമ്മയുള്ളൂ. ആദ്യമേ പിന്നെ പറഞ്ഞേക്കാം, ഇതിൽ പലതും ഞാൻ സ്വന്തമായി വാങ്ങിയ സാധനങ്ങളായിരിക്കില്ല. എനിക്കെല്ലാം ഗിഫ്റ്റ് കിട്ടിയതാണ്. എന്ത് ചെയ്യാൻ, എന്നോട് കുറേ സ്നേഹമുള്ളവരുടെ കുറേ പേര് എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട്. ഓക്കെ, അടുത്തത് എന്താ വെച്ചാൽ വേറൊരു ഇയറിംഗ് ആണ്. കൊള്ളാം അല്ലേ? ഇതെനിക്കിഷ്ടമുള്ളൊരു സാധനമാണ്. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ സ്വന്തമായി വാങ്ങിയത് ആകെ ഒരു 5-6 ഉണ്ടാവുള്ളൂ. എനിക്ക് എന്താ ചെയ്യുക, പിന്നെ കുറേ തരാനുള്ളതുണ്ട്. പിന്നെ വേറൊന്ന്, ഇത് ഞാൻ വാങ്ങിയതാണേ. ഇത് ഞാനൊരു കസിൻ്റെ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. നിങ്ങളിട്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടു കാണും. ഇത് നല്ലൊരു സാധനമാണ്. പിന്നെ ഈ പാക്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അടുത്തത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു കമ്മലാണ്. ഇതിനും ഒരു മാല ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അത് വേണ്ടല്ലോ. അപ്പം അതായിരുന്നു ഫസ്റ്റ് പെട്ടിയിലുണ്ടായിരുന്നത്. നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഓക്കെ, അടുത്തതാണ് മക്കളെ ഒരു ജുംകാസിൻ്റെ ഒരു സീലിംഗ്. നമുക്കിതാ, ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. നിങ്ങൾ എൻ്റെ ഫോട്ടോസിലോ വീഡിയോസിലൊക്കെ ഒരു തട്ടട്ട കൊച്ചിനെ കാണാം. ഫാത്തിമ റമീസയുടെ സിസ്റ്റർ ഇൻ ലോ എനിക്ക് തന്നതാണ്. കൊള്ളാല്ലേ? ഇഷ്ടമായത്. അതുപോലെ ഇതിൻ്റെ ഒരു വേറൊന്നും കൂടി ഉണ്ടായിരുന്നേ. ഇതേപോലെ തന്നെ ഒരു കുറച്ച് ബ്ലൂ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിട്ടുള്ള വേറെ ഇതേപോലത്തെ ഒരു ജുംക്ക ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു കസിന് കൊടുത്തു കേട്ടോ, അവൾക്കിടാൻ വേണ്ടി കൊടുത്തു. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു ചേച്ചി, എൻ്റെ കുഞ്ഞി തൊട്ടേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ്. ഇപ്പോഴും ഉണ്ടാണ്, പക്ഷെ ഇപ്പോൾ എപ്പോഴും മീറ്റ് ചെയ്യാറില്ല. എന്നാലും ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഇന്നലെ പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി തന്നൊരു ജുംക്കയാണ്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കോളേജത്തെ ഓണത്തിനിടാൻ വേണ്ടി വാങ്ങിയൊരു ജുംക്കയാണ്. എനിക്ക് ജുംക്കാസ് കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്ക് എവിടെ പോയാലും കുറച്ച് ജുംക്കയൊക്കെ കണ്ടതിന് ഇങ്ങനെ വാങ്ങാൻ ഇഷ്ടമാണ്. ജുംക്കയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ചിലപ്പോൾ എൻ്റെ മുഖത്തിന് ഭംഗിയുള്ളതുകൊണ്ടായിരിക്കും. എൻ്റെ മുഖത്തിന് കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ അല്ലേ ഭംഗി. ഇതും വേറൊരു ജുംക്ക. ഇതെന്തിനാ വാങ്ങിയത് എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത് ഞാൻ വാങ്ങിയതാണ്. എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ
ജുംക ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ഞാനിപ്പോൾ അടുത്തൊരു റീലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇട്ടിരുന്നു. ഇത് ഞാൻ ഒരു വെഡ്ഡിങ് വന്നപ്പോൾ ആ ഡ്രസ്സിന് മാച്ച് ഒരു റെഡ് സാരിക്ക് വേണ്ടി ഞാൻ ഇട്ട ഒരു ജുംക്കയാണ്. ഇത് എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാണേ. നൈസ്. പിന്നെ ഇത് അച്ഛൻ്റെ ബ്രദർ വാങ്ങി തന്നതാണ് എനിക്കും ആളുടെ മോൾക്കും ഒരേപോലത്തെ ഒരു ജുംക്ക. അവളുടെ വേറെ കളറാണ്. ഇത് എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒരു കളർ എനിക്ക് അന്ന് വാങ്ങി തന്നതാണ്. കൊള്ളാം അല്ലേ? എല്ലാം കൊള്ളാം. എനിക്കറിയാം, ഞാനല്ലേ ഇടുന്നത്. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. ഞാനൊക്കെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് പോവാം. ഇത് എപ്പോഴാണെന്ന് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി വാങ്ങി തന്നതെന്ന് ഓർമ്മയുണ്ട്. ഏട്ടൻ എപ്പോഴും ട്രിപ്പ് പോയപ്പോൾ വാങ്ങി തന്നൊരു സാധനമാണ്. ഇതിൻ്റെ തന്നെ ഒരു മാല പോലെയുണ്ട്, ഒരു ഇങ്ങനെ ഇതേ കളറുള്ള ഒരു സാധനമുണ്ട്. പിന്നെതാ ഇത് റിങ്. ഇതും എൻ്റെ ഒരു കസിൻ അവൾക്ക് വാങ്ങിയപ്പോൾ എനിക്കും കൂടെ വാങ്ങിയതാ. എന്താ ചെയ്യുക, എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ പിന്നെ ഇതിൽ ചിലത് എവിടെ നിന്ന് വാങ്ങിയതാ, ആര് തന്നതാ, ഞാൻ വാങ്ങിയതാണോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓരോന്നും. ഇതാണ് വേറൊന്ന് കേട്ടോ. നെക്സ്റ്റ് വൺ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഈ വീഡിയോ കണ്ടിട്ട്? ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കണ്ടോളൂ. ഞാൻ തന്നെ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞതില്ലേ. അല്ലാണ്ട് ഇതിൽ പലവരും അങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അബദ്ധത്തിലല്ല, മനഃപൂർവ്വം. പിന്നെതാ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇതൊക്കെ ചെറുതാകുമ്പോഴാണ് കേട്ടോ. ഇത് അമ്മയുടെ ഒരു കസിൻ എനിക്ക് ഏതോ ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അമ്മയുടെ കസിനല്ല, അമ്മയുടെ കസിൻ്റെ മോൾ, ആ ചേച്ചി എനിക്ക് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ എപ്പോഴും ഇട്ട് നടക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു മാലയുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസമുണ്ട്. അതുപോലെ സത്യം പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നിട്ട് മടുത്തു, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതും ഒരു ജുംക്കയാണ്. എനിക്കിതാണല്ലോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജുംക്കയാണെങ്കിലും എനിക്കിഷ്ടം. അങ്ങനത്തെ ഒരു ജുംക്കുണ്ട്. പിന്നെതാ ഇതുപോലത്തെ ഒരു ജുംക്കല്ല, ഇതുപോലത്തെ ഒരു ഇയറിങ്. ഇത് ഞാൻ കുറേ ഇട്ട് നടന്നൊരു ഇയറിങ്ങാണ്. ഇതും എനിക്കിഷ്ടമാണ്. ഇതും അമ്മയുടെ ഒരു കസിൻ എനിക്ക് തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ സ്വന്തമായി വാങ്ങിയതൊന്നുമില്ല ഇതിൽ. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അമ്മയുടെ ഒരു കസിൻ എന്നെ കൂട്ടി കൊണ്ടുപോയിട്ട് ഇവിടെ ഒറ്റപ്പാലത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ അതിൻ്റെ ഇത് പൊട്ടിപ്പോയി. ഞാൻ കണ്ടു അതിപ്പോൾ എടുത്ത് വയ്ക്കും, പക്ഷെ ഞാൻ എടുത്തില്ല. അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ഇതൊക്കെ ഞാൻ കുറേ കാലം വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരേ കമ്മലിട്ട് ചെയ്തതാ. വേറൊന്നും ഇല്ലാത്ത പോലെ അല്ലേ? ഓക്കെ, അടുത്തത് ഇതെല്ലാം കൂടി മിക്സായി കിടക്കുകയാണേ. അതാണേ ശരി, ഒരു കഷ്ടം. ഇങ്ങനെ ഒന്നുണ്ട്. ഇത് പക്ഷെ ആര് തന്നതാണോ അത് ഞാൻ വാങ്ങിയതാവില്ല. ഇത് ഇങ്ങനെ ഒന്നുണ്ട്, നല്ല രസമുണ്ടല്ലോ. പക്ഷെ ഞാൻ ഇത് ഇട്ടിട്ടൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് കളയാനും ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒന്നും പറയാനില്ല ഇതിനൊന്നും. പിന്നെതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് മെറ്റൽ എന്നും പറയാൻ പറ്റില്ല, ഒരു ബ്ലാക്ക് നല്ല രസം. ഇത് ഞാൻ ഇടാറുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു. ഇപ്പോൾ ഒന്നും ഇടാറില്ല, കുറേ നാളുകളായി അതൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇങ്ങനൊന്നുണ്ട്, ഇതും എനിക്കിഷ്ടമാട്ടോ. ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇട്ട് കാണാം. എനിക്കിഷ്ടമുള്ളൊരു സാധനം, നല്ല രസം ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. എനിക്ക് എൻ്റെ മുഖത്തിന് കാണാൻ ഭംഗിയില്ലായിരുന്നു. ഇതൊരു ജുംക്ക, ഇതൊരു ജുംക്കയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊന്നും ഞാൻ അധികം ഇട്ടിട്ടില്ല തോന്നുന്നു, പക്ഷെ ഇടാറുണ്ടായിരുന്നു. ഒരു പച്ച പട്ടുപാവാട ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതിന് ഇടാറുള്ളതായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇതിന് ശരിക്കും ഇതിൻ്റെ ചുറ്റും ഒരു വൈറ്റ് ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പൊട്ടി വന്നു. അപ്പം ഞാൻ പറിച്ചെടുത്തു 2 കമ്മലിൽ നിന്ന്. അങ്ങനെയുള്ളൊരു സാധനമാണ്, എനിക്കിഷ്ടമാണിത്, നല്ലതായിരുന്നു. ഇപ്പോൾ ഒന്നും ഇടാറില്ല കേട്ടോ ഞാൻ സത്യം പറയുന്നത്. ഇങ്ങനൊരു സാധനം ഇതെനിക്ക് പണ്ടിടുമ്പോൾ കല്യാണ പെണ്ണുങ്ങൾ ഇടുന്ന പോലെ ഉണ്ടായിരുന്നു അന്ന് കേട്ടോ. പക്ഷെ ഇപ്പോൾ തോന്നില്ല, ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ ഇതൊക്കെ. അതുപോലെ വേറൊന്നെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഞാൻ എടുത്തതിന് കാണിച്ചിരുന്നുണ്ടാവോ. ഇതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു അമ്പലത്തിൽ പോയി വരുമ്പോൾ 2 കളർ കണ്ടു. ഇത് ലൈറ്റ് പിങ്കും ഇത് ഡാർക്ക് പിങ്കും.
പക്ഷെ ഞാനൊരു വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പം നാട്ടുകാർക്ക് മനസ്സിലായില്ലേ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായേ. യാ അങ്ങനെ തന്നെ. പിന്നെ ഇതാ ഇത് നൈസൊരു കമ്മലാട്ടോ. ഇതെനിക്ക് എൻ്റെ മേമ തന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. മേമയ്ക്കും ഇഷ്ടം. ഇത് ഞാനിടുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോഴും ഇടാറുണ്ട്. ഒരു ഗോൾഡ് ടച്ച് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു ടൈപ്പ്. നല്ല രസമാണ്. എനിക്ക് അങ്ങനത്തെ കല്ലുകൾ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് കൊള്ളാലേ. ഇത് ഞാൻ കുറേ നാൾ ഇട്ടിരുന്നു, ഇപ്പം ഒന്നും ഇടാറില്ല കേട്ടോ, പക്ഷെ എനിക്കിഷ്ടം. പിന്നെ ഇപ്പം എപ്പം സ്ഥിരം ഇട്ട് നടക്കുന്ന ഒരു ജുംക്കയാണിത്. നാട്ടുകാർക്ക് കണ്ട് മടുത്തുണ്ടാവും, എന്നാലും എനിക്ക് മടുക്കുന്നില്ല, എനിക്കിഷ്ടമായത്. പിന്നെ വേറെ നിങ്ങൾ ചിലപ്പോൾ ചിലത് കണ്ടോണ്ടിരുന്നതിനാൽ മൈൻഡ് ചെയ്യട്ട. ഓക്കെ. പിന്നെ വേറെ ഒന്നും എന്താ വെച്ചാൽ ഇതൊന്നും വരുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നില്ല. ഞാൻ കാണിച്ചിരുന്നു. വാട്ട് ഈസ് ദിസ്? ഇടയിൽ കൂടെ മിക്സ് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ, അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല, ഞാൻ സ്പീഡാക്കി തരാം. ഇഷ്ടമുള്ളൊരു സാധനമാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഫേവറേറ്റാണ്. ഇപ്പോഴും ആണ്, പണ്ട് തൊട്ട് എനിക്ക് ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇത് അതിനോടുണ്ട്. പിന്നെ ഇത് നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഈ ഒരു ജുംക്ക ഞാൻ എപ്പോൾ ഇട്ട് നടക്കാറുള്ളതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇട്ടത് നാളുകളായി. പക്ഷെ ഇതിന് പണ്ട് എപ്പോൾ ഇട്ട് നടക്കുന്ന ഒരു സാധനം. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് തൊട്ടുള്ള പല കമ്മലുകളും ഇതിലുണ്ടാവും. ഒന്നും ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. കളയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സ്റ്റെഡ്, ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ഇത്. ഇത് നല്ലതാണേ. പിന്നെ ഇങ്ങനെ ഒന്നുണ്ട്. ഇതിൻ്റെ മാലയുണ്ട്, ഇരിക്കുന്നുണ്ട്. ഇത് നല്ലൊരു സാധനം, നല്ല സീൻ സാധനം. ഇതിൻ്റെ മാലയും അടിപൊളിയാണ്, കാണുന്നില്ലേ നിങ്ങൾക്ക്? പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം. ഇതൊക്കെ കുഞ്ഞായിരിക്കും കേട്ടോ കൂടുതലുണ്ടാവുക. അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോഴും ഞാൻ ഇടാറുണ്ട്. ഞാൻ വാങ്ങിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയൊരു സാധനം. എനിക്ക് തോന്നുന്നു ഒരു കസിൻ്റെ റിസപ്ഷന് ഫ്രോക്കിനിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കണ്ടോ നിങ്ങളത്? പക്ഷെ ഇതിൻ്റെ കളർ പോകാൻ തുടങ്ങി കേട്ടോ, നാളുകളായി തോന്നുന്നത്. കുറേ ആയി. ഞാൻ +2 ഇത് പഠിക്കുമ്പോൾ ഉള്ളതാണ്. ഇപ്പത്തേക്ക് എനിക്ക് പ്രായമായില്ലോ, അപ്പം അതിനും പ്രായമായില്ലോ. നല്ല പ്രായം വല്ല പണിക്ക് പോയിക്കൂടെ. പിന്നെ ഇതും എനിക്ക് തോന്നുന്നു എൻ്റെ കസിൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അടുത്ത ഷോർട്സും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ അനിയൻ്റെ മോളുടെ. അവൾ തന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതുണ്ടല്ലോ, ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ എനിക്കിത് എൻ്റെ മേമയുടെ മദറിനിലോ തന്നത് എന്തോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നല്ലതാണ്, സിൽവർ അല്ല, എന്തോ നല്ലൊരു സാധനമെന്ന് പറഞ്ഞ് എനിക്ക് അന്ന് തന്നതാണ്. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അങ്ങനെയുള്ളൊരിത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. ഇനി ഒരു ചെറിയ സാധനം കൂടിയുള്ളൂ. ചെറിയൊരു സാധനം കൂടിയുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ. ഞാൻ സ്റ്റെപ്സ് ഒന്നും എടുത്ത്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റെപ്സ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു കുഞ്ഞൊരിത്. ഇത് നല്ല രസമാട്ടോ. ഞാൻ ഇട്ടിട്ടില്ല, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഒരു വട്ടം സാരിക്ക് ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഇടാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു മാലയുണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ്, നല്ല ക്യൂട്ട് സാധനം. നല്ല ഇങ്ങനെ ഒരു ഇയറിങ് പോലെ. പിന്നെ ഇത് കൊള്ളാലേ, എനിക്കറിയാം കൊള്ളുന്ന. അയ്യോ, ഇത് ഞാനുണ്ടല്ലോ കണ്ണൂരല്ല വടകരയിലാണ് തോന്നുന്നു. വടകരയിലല്ല സ്ഥലം, ഒരു എക്സിബിഷൻ പോലെ നടക്കുന്ന എന്തോ ഒന്ന് എനിക്ക് പേര് ഓർമ്മയില്ല. അങ്ങനെ ഒരു അടിപൊളിയുണ്ട് അവിടെ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പം ഞാൻ എന്തെങ്കിലും വാങ്ങേണ്ട വിധത്തിൽ വാങ്ങി വെച്ചതാണ്. ഞാനിതുവരെ ഇട്ടിട്ടില്ല, ഭംഗി കണ്ട് ഞാൻ വാങ്ങിയതാണ്. അതുപോലെ ഇങ്ങനെ ഒന്നുണ്ട്. പിന്നെ നമ്മൾ പണ്ട് കുഞ്ഞുവാവളൊക്കെ ഇടുന്ന പോലത്തെ കമ്മലുകളായിരിക്കട്ടെ എൻ്റെ കയ്യിൽ കാണുന്നുണ്ടാവും. എന്നാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് നല്ലൊരു സാധനം കേട്ടോ, നല്ലൊരു ലീഫിൻ്റെ പോലത്തെ ഒരു സാധനമില്ലേ അത്. ഇത് ഞാനിപ്പോൾ അടുത്ത് ഗെറ്റ് റെഡി വിത്ത് മീ എൻ്റെ ഫ്രണ്ട് കൂടെ ചെയ്തിരുന്നു. അവളെനിക്ക് വാങ്ങിത്തന്നതാണ്.
അവൾക്കേ ഓർമ്മയുണ്ടാവില്ല, പക്ഷെ അവൾ വാങ്ങി തന്നത് എവിടെയോ അമ്പലത്തിലോ എവിടെയോ പോയപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ്. പിന്നെ ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതൊക്കെ നല്ല രസമുള്ള സാധനങ്ങളാണ്, പക്ഷെ ഞാനിട്ടിട്ടില്ല. ഫണ്ണിയില്ലേ, ഫണ്ണി തന്നെ. ഞാൻ കുറച്ച് ഫണ്ണി മാറുന്നുണ്ടല്ലേ. പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു കമ്മൽ, ഇതൊക്കെ കുഞ്ഞാകുമ്പോഴതാ. ഇത് അവൾ തന്നെ വാങ്ങി തന്നത് തോന്നും. ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ ശ്രീ, അവൾ തന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അറിയില്ല. പിന്നെ ഇതിങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒരു മാല ഇരിക്കുന്നു കേട്ടോ, ഇങ്ങനെ പേള് പോലത്തെ, നല്ല രസമാണ്. അതെനിക്ക് മേമ തന്നതാണ്. പിന്നെതാ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഫേവറേറ്റ്. ഞാനൊരു വട്ടം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേസ്ലെറ്റും ഉണ്ട്, ഇതിൻ്റെ മാലയുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വട്ടം, നല്ല രസമുണ്ട്. പിന്നെതാ ഇത് ഞാൻ പണ്ട് കുറേ ഇട്ട് ഇതായൊരു ഇതാണ്. പണ്ടത്തെ ഫേഷനായിരുന്നു ആ കമ്മൽ. ഒന്നും പറയാനില്ലേ. പിന്നെ നമ്മളിപ്പോൾ എല്ലാം കണ്ടോ? ഓൾമോസ്റ്റ് എല്ലാം കണ്ടു എന്ന് തോന്നുന്നു. ഇത് കണ്ടില്ല അല്ലേ നിങ്ങൾ? ഇതും അങ്ങനത്തെ ഒരു പെറട്ടി ഇതില്ലേ, അതുപോലത്തെ ഒന്നാ. കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് സ്റ്റെഡ്സ് ആണ്. ഇനി ഏതെങ്കിലും കമ്മലുകൾ ഞാൻ ഇതിൽ വെക്കാത്തുണ്ടോ കാണാത്തുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കുറേയൊക്കെ പൊട്ടി ഒന്നേ ഉള്ളൂ, അതൊന്നും കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ കുറച്ച് ഇയറിങ്സ് കളക്ഷൻ. ഇതിൽ പലതും ഞാനിപ്പോൾ ഒന്നും ഇടാറില്ല, ചിലത് ഒന്നെ റിപ്പീറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഒരു ഇയറിങ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഫേവറേറ്റ് ആണ്. ഞാൻ ഫസ്റ്റ് ഓണം കോളേജിൽ സെക്കൻഡ് ഓണം ഉണ്ടായപ്പോൾ ഞാൻ ഇട്ടതാണ്. പക്ഷെ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. പക്ഷെ നല്ലൊരു സാധനം കേട്ടോ അത്. അതിനിപ്പോൾ എപ്പോൾ കാണിക്കാൻ അറിയാം. ഫോട്ടോ ആണെങ്കിൽ കാണിച്ചു തരാം. നല്ല നൈസാണ്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. സോ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ല ഇതിൽ പ്രത്യേകിച്ച്. നിങ്ങൾക്ക് എൻ്റെ കമ്മലുകളൊക്കെ കാണാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാമല്ലോ അല്ലേ. അപ്പം ബൈ. ഞാൻ പോകുന്നു. ബൈ.